കോഴിക്കോട് ബേപ്പൂർ ജെട്ടിയിൽ ജങ്കാർ സർവീസിനിടെ അപകടം പതിവായതോടെ കേസെടുത്ത് മനുഷ്യാവകാശ കമ്മീഷൻ. ജങ്കാർ ജെട്ടി തകർന്നതും യാത്രക്കാരുടെ അശ്രദ്ധയുമാണ് ബേപ്പൂർ ചാലിയം ജങ്കാർ യാത്രയിൽ അപകടം പതിയിരിക്കാൻ കാരണം. സിനോജ് തോമസിന്റെ റിപ്പോർട്ട്. ദിവസവും നൂറുകണക്കിന് ആളുകളാണ് ചാലിയാറിന് കുറുകെയുള്ള ജങ്കാർ സർവീസിനെ ആശ്രയിക്കുന്നത്. വാഹനങ്ങളും ജങ്കാർ വഴി അക്കരെ കൊണ്ടുപോകുന്നുണ്ട്. എന്നാൽ അടുത്തിടെ നിരവധി യാത്രക്കാർക്ക് പരിക്കുപറ്റി. അങ്ങനെയാണ് മനുഷ്യാവകാശ കമ്മീഷൻ ഈ വിഷയത്തിൽ ഇടപെടുകയും കേസെടുക്കുകയും ഇതിന്റെ നടത്തിപ്പുകാരായ കടലുണ്ടി പഞ്ചായത്തിന് നോട്ടീസ് നൽകുകയും ചെയ്തിരിക്കുന്നത്. ജങ്കാർ ജെട്ടിലെ കോൺക്രീറ്റ് ബീമുകൾ തകർന്നിരിക്കുന്നത് ഒരു വസ്തുതയാണ്. പക്ഷേ അപകടങ്ങൾ സംഭവിക്കുന്നത് യാത്രക്കാരുടെ അശ്രദ്ധയാണ് പ്രധാന കാരണമെന്നാണ് ജങ്കാർ സർവീസ് നടത്തുന്നവർ പറയുന്നത്. പറ്റുന്നൊരു ശ്രദ്ധയില്ലായ്മ അങ്ങോട്ട് മുമ്പോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കും. ഓളത്തിനനുസരിച്ച് കേരളെന്ന് പറഞ്ഞാൽ ആൾക്കാർ ഓടിക്കയറും. കയറി കഴിയുമ്പോൾ ഒന്നില്ല അങ്ങോട്ട് പോകും, അല്ലെങ്കിൽ ഇങ്ങോട്ട് വരും. അപ്പോൾ വണ്ടിക്കാണെങ്കിൽ വണ്ടിക്ക് ഇടിക്കും, അല്ലെങ്കിൽ കാലിൽ വരും. അത് അവരുടെ ശ്രദ്ധക്കുറവാണ് ഏറ്റവും കൂടുതൽ. നമ്മൾ പറയുന്നാലും കേൾക്കണ്ടേ. ജെട്ടിയുടെ കോൺക്രീറ്റ് പൊട്ടി നമുക്ക് ജങ്കാർ സർവീസ് നടത്താൻ ബുദ്ധിമുട്ടുണ്ടോ? അതിന്റെ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ അത് ആയിപ്പ് വരുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും, അടുപ്പിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. അടുപ്പിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. ഇവിടുത്തെ ഈ ഓളങ്ങൾ തള്ളണുണ്ടല്ലോ, അതിനെല്ലാം പ്രതിനിധി ആദ്യം കാണണം. ഈ ഓളം തള്ളുന്നതിനനുസരിച്ചിട്ട് ഈ ജങ്കാറിൻ്റെ സൗണ്ടാണ് ഈ കേൾക്കുന്നത്. ഈ ഓളം തള്ളുമ്പോൾ ജങ്കാർ ഇങ്ങോട്ട് വരികയാണ്. അപ്പം ഒരു വാഹനം കയറ്റുകയാണെങ്കിൽ തന്നെ ഇത് ബാക്കെടുക്കുമ്പോൾ പലപ്പോഴും അടി തട്ടാറുണ്ട്. ഈ ജനങ്ങൾക്കൊക്കെ യാത്രയ്ക്ക് കയറാനും ഇറങ്ങാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. ചാലിയ അപ്പുറം കടവത്ത് ചെയ്താൽ മതി, നല്ല വൃത്തിയിൽ ഒന്ന് സ്റ്റോപ്പാക്കി ഈ ഓളം തള്ളലില്ലാത്ത വിധത്തിലാക്കി ചെയ്ത് കഴിഞ്ഞാൽ അത്രയും വൃത്തിയാണ്. ഈ ഓളം തള്ളുമ്പോഴാണ് ജങ്കാർ മുന്നോട്ട് വരുന്നതും. ഒരാളെ കാലിപ്പോൾ കുറച്ച് മുമ്പേ സെക്യൂർ ഭായി പറഞ്ഞൊരു അടി കുടുങ്ങുകയും അയാളെ ഗുരുതരാവസ്ഥയിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയും ചെയ്തിരിക്കുകയാണ്. ആധുനിക രീതിയിലുള്ള ജെട്ടിയല്ല ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. പല കാര്യങ്ങളായിട്ട് ആ ഭാഗങ്ങളിലൊക്കെ നല്ല പ്രവർത്തനവും പൊതുമരാമത്ത് വകുപ്പിൽ മന്ത്രി വളരെ ലീഡിംഗ് ആയിട്ടാണ് നിൽക്കുന്നത്. ഈ ജെട്ടി മാത്രം ഒരു സുരക്ഷിതമില്ലാത്ത രീതിയിലാണ് നിൽക്കുന്നത്. അതിന് ഈ പ്രതിഷേധങ്ങളോ ഒന്നോ ഇല്ലാത്തത് കൊണ്ടാണ് ഇത് ഇങ്ങനെ ജെട്ടി അലങ്കോലപ്പെട്ട് എടുക്കുന്നുണ്ട്. വളരെ അപകട രീതിയിലാണ് ഇവിടെ കിടക്കുന്നത്. ജങ്കാറിനെ അവശ്യ സർവീസായി ഉപയോഗിക്കുന്നവരുണ്ട്, ടൂറിസത്തിന് വേണ്ടി ഉപയോഗിക്കുന്നവരുണ്ട്. ആവശ്യം എന്തായാലും സുരക്ഷിതമായി കയറുകയും ഇറങ്ങുകയും ചെയ്യാം. ഒപ്പം ബേപ്പൂരിലെ ജങ്കാർ ജെട്ടി നവീകരിക്കുക കൂടി ചെയ്താൽ സുരക്ഷിതമായി ജങ്കാർ സർവീസ് നടത്തുകയും ചെയ്യാം. കോഴിക്കോട് നിന്ന് വീഡിയോ ജേർണലിസ്റ്റ് മഹേഷ് കുമാറിനൊപ്പം റിപ്പോർട്ടർ സിനോജ് തോമസ്, റിപ്പോർട്ടർ.